ഒരു പൂര സീസണിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പൂരം വെച്ച് ഉണ്ടാകാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അട്ടപ്പാടിയിൽ ഞങ്ങൾക്ക് ആകെ 2 പൂരങ്ങളേ ഉള്ളൂ. അതിൽ മെയിനാണ് ഞങ്ങളുടെ ശിവരാത്രി. അപ്പോൾ ശിവരാത്രിക്ക് വന്നിട്ട് വ്ളോഗ് എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശിവരാത്രിക്ക് വരുന്നത്. അപ്പോൾ ശിവരാത്രി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബന്ധുക്കാരെയും നമുക്ക് അവിടെ വെച്ചിട്ട് കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. മറ്റു വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കുറച്ച് തിരക്കും കൂടുതലുണ്ടായിരുന്നു. ശിവരാത്രിക്ക് പോയാൽ യന്ത്രഊഞ്ഞാലിൽ കയറാതെ വരാനായിട്ട് പറ്റാറില്ല കേട്ടോ. ഇപ്രാവശ്യം 2 യന്ത്രഊഞ്ഞാലുണ്ടായിരുന്നു. അതിലേറ്റവും വലുതിൽ തന്നെ കയറി കേട്ടോ. ഒരു ദിവസം കൊണ്ട് ശിവരാത്രി പറമ്പ് ഫുള്ള് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും യന്ത്രഊഞ്ഞാലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവരാത്രി പറമ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുവേ. സുധിയേട്ടൻ ആദ്യമായിട്ടാണ് യന്ത്രഊഞ്ഞാലിൽ കയറുന്നത്. അതിൻ്റെ നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. രാത്രി 1 മണിയൊക്കെ ആയപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ തിരിച്ചു പോയി. ഇതിട്ട് ഞാൻ കയ്യിൽ ചൊറി വരും എന്നൊക്കെ പറഞ്ഞ് പണ്ട് വീട്ടുകാർ പറ്റിച്ച് ഇടാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു മൈലാഞ്ചിയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. രാത്രി 2 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ